എന്നാ പറയാനാ, അവന്മാരൊക്കെ വിഡ്ഢികളാണെന്നേ. ഇനി എന്തൊക്കെ നാറിയ കളികൾ കാണേണ്ടി വരും. സ്ഥിരമാശാൻ എം എം മണിയുടെ വാക്കുകളാണിത്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ ഉടുമ്പൻചോലയിൽ വരെ LDF തോറ്റു തുന്നം പാടിയപ്പോഴും UDF വോട്ട് ചെയ്തവർ വിഡ്ഢികളാണ് എന്ന് പറയാൻ എം എം മണി കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഒന്നാണ്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിൽ പോലും ഞങ്ങൾ തോറ്റു എന്ന് തലകുനിച്ച് സമ്മതിച്ച ഏക CPM നേതാവുണ്ടെങ്കിൽ അതും എം എം മണി മാത്രമാണ്. അതേസമയം ഗോവിന്ദൻ മാഷ് എന്ന പാർട്ടി സെക്രട്ടറിയെ പുറത്താക്കണമെന്ന തരത്തിൽ വലിയ ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നു കഴിഞ്ഞു. ചരിത്രത്തിൽ ഒരിക്കൽ പോലും പാർട്ടി ഗ്രാമത്തിൽ പോയി UDF അവരുടെ കൊടിയോ തോരണമോ കെട്ടാൻ പറ്റിയിട്ടില്ല, വിജയാഘോഷം മുഴക്കാൻ പറ്റിയിട്ടില്ല, ഒരു ഓലപ്പടക്കം പോലും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ അതെല്ലാം ഇന്നലെ സംഭവിച്ചു. ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറി ആരാകണം, പ്രതിപക്ഷ നേതാവ് ആരാകണം, ഒന്നിനും ഒരു ഉത്തരമില്ല. ഒരു യുവ നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ തന്നെ അങ്ങനെ ഒരു ശക്തമായ മുഖമോ CPM ഇല്ല. എന്നിട്ട് ഇതേ CPM ആണ് പറയുന്നത് UDF മുഖ്യമന്ത്രി കസേരക്ക് അടിയാണ് എന്ന്. എന്നാൽ അതിനൊരു പോസിറ്റീവ് വശമുണ്ട്. അത് കോൺഗ്രസിന് ശക്തമായ ഒരു വലിയ നേതാക്കളുണ്ട്. യുവ നേതാക്കളായിട്ടും തലമുതിർന്നവരായിട്ടും KSUവിൽ വളർന്നു വരുന്ന കുട്ടികളായിട്ടും ഒക്കെ ധാരാളം പേരുണ്ട്. അത് പക്ഷേ CPM അറിയണ്ട. അറിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും? അറിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അംഗീകരിച്ച് അങ്ങനെ മിണ്ടാതിരിക്കേണ്ടി വരില്ലേ? അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറു ഉത്തരം പറയാൻ അവർക്ക് ഇല്ലാതെയായി പോവില്ലേ? അതുകൊണ്ടാണ് ഇവരൊക്കെ വിഡ്ഢികളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെക്കാൻ നോക്കുന്നത്. എന്തായാലും എം എം മണിയുടെ ആ വീഡിയോ ഒന്ന് കാണാം. ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി തന്നെ, അതിപ്പം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്ക് ഒരു ശക്തമായി തിരിച്ചടി തന്നെയാണ് വന്നെന്നാണ് ഞാൻ കാണുന്നത്. അതിനെ പരിശോധിക്കണം, അത് കണ്ടെത്തണം. ആശാൻ തന്നെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഉടുമ്പൻചോലയിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിപ്പോൾ എന്നെ കണ്ടെത്തണം എന്താ കാര്യമൊന്നും. അത് നമ്മളിവിടെ മാത്രം പരിശോധിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കണ്ടെത്തൽ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ നേതൃത്വം, ഞങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വമുള്ള പാർട്ടിയല്ലേ, അവരുടെ സഹായത്തോടു കൂടി പരിശോധിച്ച് തിരുത്തൽ നടപടികൾ വേണ്ടത് തിരുത്തൽ നടപടികൾ വരുത്തി ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങളിൽ ഒരെണ്ണമാണ് തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്കല്ലാതെ വർഗസമരം, ബഹുജന സമരം, കർഷക സംഘം, DYFI, യുവജന സംഘടന, അല്ലെങ്കിൽ പിന്നെ CIT, വിവിധ സംഘടനകളുണ്ട്. അതിൻ്റെ സമരങ്ങൾ, പ്രക്ഷോഭണം, അവകാശ സമരങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രക്ഷോഭണ സമരങ്ങൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അങ്ങനെ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമാണോ എന്നൊന്നും നമുക്ക് വിലയിരുത്തിയിട്ടില്ല. വിലയിരുത്താതെ ഞാനിപ്പോൾ കയറി പറയുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ 31,305 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞാൻ അവിടെ ജയിച്ചതാണ്. അവിടെ ജയിച്ച സ്ഥാനാർത്ഥി ഒന്ന് മാറിയൊന്നും പറഞ്ഞ് എന്തിനാ അങ്ങനെ തോക്കുന്നത്? അപ്പം അതിന് രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. സംസ്ഥാന തലത്തിൽ വന്ന തിരിച്ചടിയാണ് ഇടുക്കി ജില്ലയിലുണ്ടായത്, അല്ലാതെ ഉടുമ്പൻചോല പ്രത്യേകം ഒന്നും ഉണ്ടായതാണെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റി ചിന്തിക്കാൻ കാരണം ഒന്നെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കണം. ജനങ്ങൾക്ക് അങ്ങനെ വിശ്വാസമായില്ല എന്നൊന്നും അഭിപ്രായമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളല്ലാതെ ഞങ്ങൾ ഈ കേരള സംസ്ഥാനത്ത് ഞങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാം? ഉമ്മൻചാണ്ടിയാണോ? ആരുടെ മകനാണോ? ആരാ പിന്നെ? കാലങ്ങളായി, പതിറ്റാണ്ട്, 50 വർഷം 60 വർഷമായി ഞങ്ങളല്ലാതെ ആരാ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്, പൊരുതിയിരിക്കുന്നത്? ആയിരക്കണക്കിന് ആളുകൾ ജീവൻ ധരിച്ച് പൊരുതിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഞങ്ങളെ വിലയിരുത്തണ്ട. അത് അതൊക്കെ ഞങ്ങൾ വെറും പുല്ല് പോലെ കണക്കാക്കി ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ നടന്നിരുന്നു. ഇപ്പൊ അത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഒരു പാർട്ടിയുടെ ഏർപ്പാടാണ്. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാണ്. കാരണം എന്നാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെപ്പറ്റി എന്നാ പറയാനാ? ഇനി അവന്മാരുണ്ടാക്കാൻ പോകുന്നതാണ്. എനിക്ക് കരുതില്ല, നാറാൻ പോവുക നാട് മുഴുവൻ. ഇനിയിപ്പോൾ അടിയാ എൻ്റെ ആരാകണം? സതീശനാകണോ? പിന്നെ ഇനി അഥവാ
അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയുണ്ട്. വേണുഗോപാലിനാണ് കവിയുടെ മൂർത്തി നിൽക്കുക ഇങ്ങനെ. ഈ ഭരണവിരുദ്ധ വിചാരത്തിന്റെ ഉദാഹരണം ശരി ഇല്ലെന്നേ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ലേ, ആനുകൂല്യം കൊടുത്തില്ലേ, സ്ത്രീകൾക്ക് സഹായം നൽകിയില്ലേ, മലയോര പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം കൊടുത്തില്ലേ? അറിയാം, ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം ഈ ജില്ലയിൽ മാത്രം നടന്നിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ പോലും ഉണ്ടല്ലോ ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വോട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായ കാരണമോ സംഘടനാപരമായ കാരണമോ പ്രത്യയശാസ്ത്രപരമായ കാരണമോ ഒക്കെ ഉണ്ടോയെന്ന് ഞങ്ങൾ പാർട്ടി പരിശോധിക്കുന്ന പാർട്ടിയാണ്. പരിശോധിച്ചാൽ പറയാൻ പറ്റൂ. എം എം മണിയുടെ നിലയിൽ ഇപ്പോൾ സംബന്ധിച്ചൊരു അങ്ങനെ പറയുന്നത് ശരിയുമില്ല. അങ്ങനെ പറയുന്ന സമ്പ്രദായം ഞങ്ങൾക്കില്ല. തോറ്റു എന്നുള്ളത് ഞങ്ങൾ സമ്മതിച്ചു. ഓക്കെ. എന്തുകൊണ്ട്